കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീട്ടിൽ ലോക്കാണ്, നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഒരു മോഹം കുറച്ച് സ്റ്റൂവും അപ്പവും കൂടി കഴിക്കാനായിട്ട്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ സ്റ്റൂവിന് വേണ്ട കഷ്ണങ്ങളെല്ലാം നുറുക്കി സെറ്റാക്കി അടുത്ത് നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സബോള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കുക. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊട്ടാറ്റോയും ക്യാരറ്റും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ പീസും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഗ്രീൻ പീസും വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നേരെ വേവിക്കാൻ. നമ്മൾ കുക്കറിലല്ല വേവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിൽ വേണമെങ്കിലും ഈ വെള്ളത്തിന് പകരം ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ബാറ്ററാണ് കേട്ടോ. നല്ല പതപതാന്നിരിക്കുന്നുണ്ടോ. ഇത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാണ്ടല്ലോ നല്ല അടിപൊളി അപ്പം കിട്ടും. അങ്ങനെ അപ്പത്തിനുള്ള ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ക്യാനിലാണ് കേട്ടോ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് യൂസ് ചെയ്യാണ്. അപ്പോൾ തന്നെ നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ച വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ക്യാൻ കംപ്ലീറ്റ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. കുറച്ചധികം ഇരുന്നോട്ടെ. എനിക്ക് ഈ സ്റ്റൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് വെറുതെ ഇരുന്നിട്ടായാലും കഴിക്കും. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ക്യാൻ മൊത്തത്തിലേ അതിലൊഴിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ നോക്കി പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും ഒക്കെ കൂടി ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുവാണേ. പിന്നെ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പിരിഞ്ഞ് പോകും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണേ. ഞാൻ ആദ്യം കാണിച്ചപ്പം നിങ്ങൾ കണ്ടില്ലായിരുന്നു കുറച്ച് പച്ചമുളക്, അത്രയും പച്ചമുളക് ഞാൻ ഇട്ടില്ലായിരുന്നു കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനകത്തുനിന്ന് കുറച്ചെണ്ണം എടുത്ത് കളഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് സ്റ്റൂവിന് കുറച്ച് മധുരം ഉള്ളത് നല്ല രസമല്ലേ. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കുവാണേ. ഞാൻ ഇടുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരു ലോഡ് പഞ്ചസാര ഉണ്ടല്ലോ എന്ന്. ഇല്ല കേട്ടോ, ആവശ്യത്തിനേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല പാകത്തിനായിരുന്നു കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യിൽ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കൂടിയിട്ട് ഒന്ന് വറുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും പായസം വയ്ക്കുന്ന പോലെ ആയില്ലേ. പക്ഷേ ഈ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ഒക്കെ കൂടി അതിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ സ്റ്റൂവിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ നെയ്യും കൂടി ഒക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും. പിന്നെ നമ്മുടെ അപ്പവും കൂടി ചുട്ടെടുക്കുകയാണെ. നല്ല സൂപ്പർ സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. അതും നമ്മുടെ സ്റ്റൂവും സെറ്റായിട്ടുണ്ട്. ഈ സ്റ്റൂ കുറച്ച് നേരം കൂടി കഴിയുമ്പം ഒന്നും കൂടി അങ്ങ് കുറുകും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.